ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി എഗ് പപ്സും അതിൻ്റെ ഷീറ്റും കൂടെ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം നോക്കാവേ. വളരെ പെട്ടെന്ന് നമുക്ക് അടിപൊളി പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് ഒരു മുട്ട പപ്സ് ഉണ്ടാക്കാം. അപ്പം ആദ്യമേ തന്നെ നമുക്ക് പപ്സിനുള്ള ഷീറ്റ് ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു 1.5 കപ്പ് ഈ 240 മില്ലിയുടെ കപ്പിനകത്ത് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുവാണേ. ഇത് ഒരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനിയിപ്പം മൈദ ഉപയോഗിക്കാൻ പറ്റിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മൈദയുടെ അത്രയൊരു റിസൾട്ട് കിട്ടുകയില്ല, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടിരിക്കും. അത്രയും തന്നെ ഒരു ഇത് വരികയെന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ ആ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കുന്ന പൂരിക്കൊക്കെ കുഴക്കിയാലേ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചൊന്നെടുക്കാവേ. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ നമ്മളെടുത്ത് മാവിൻ്റെ ഇതനുസരിച്ച് നമുക്ക് മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് അതിന് വെള്ളം ഇത്ര അളവ് വേണമെന്നൊന്നും ഇല്ല. നമുക്ക് ആ മാവിന് അളവിന് വേണ്ടുന്ന അനുസരിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. ഇതെങ്ങനെ നമ്മുടെ മാവ് കുഴച്ച് നല്ലപോലെ ഒരു 3-4 മിനിറ്റ് ഒന്ന് തേച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് വെക്കണേ. നമ്മുടെ പാത്രത്തിലും കയ്യിലും ഒന്നും പിടിക്കാത്ത രീതിക്ക് നമ്മൾ ഇത് കുഴച്ച് ഇനി നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് വെക്കാവേ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരിച്ചിരി നമ്മുടെ മാവൊന്ന് കുഴച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ്, ഇനിയിപ്പോൾ 5 മിനിറ്റ് വെച്ചാലും മതി. ഇനി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു 5 അല്ലെ 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ കുഴച്ച് വെച്ചായിരുന്നു. നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ഇച്ചിരി മൈദയൊന്നും ഇട്ടിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാവേ. ഏകദേശം ഒരു പൂരിയുടെ അച്ചുകൂടെയൊക്കെ വലിപ്പത്തിലുള്ള ഇങ്ങനത്തെ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാവേ. അപ്പോൾ ഇതേ നമ്മൾ ഇത്രയും ഉരുളകൾ ഒരു 12 ഉരുളകളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൂരിക്ക് പരത്തുന്ന പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്കിച്ചിരി ഇതിട്ട് കൊടുത്തിട്ട് മൈദ ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തി, ഇതെല്ലാം ഇങ്ങനെ പരത്തി ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കാം. മൊത്തം ഇതൊന്ന് പരത്തിയെടുക്കാം ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരി പോലെ എല്ലാം പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഓരോ ഈ നമ്മൾ പൂരി പോലെ പരത്തി വെച്ചേക്കും നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ് എടുത്തു വെച്ചു. നമുക്ക് അവത്തിലേക്ക് ഇത് ഞാൻ ബട്ടറാണ് തൂത്ത് കൊടുക്കുന്നത്. നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടറാണ്. നമുക്കൊരു ബ്രഷ് വെച്ച് ഇച്ചിരി ബട്ടർ തൂത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യാണേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ നമുക്ക് ഓയിലാണേലും തൂത്ത് കൊടുക്കാം. പക്ഷേ അന്നേരം അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി ഇതാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്കിനിയിപ്പം ബട്ടർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പപ്സ് ഉണ്ടാക്കാതിരിക്കണ്ട. ഒന്ന് നല്ലപോലെ എല്ലായിടത്തും ഒന്ന് തേച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് കോൺഫ്ലവർ നല്ല ഫൈനായിട്ട് പൊടിയായ എന്താണേലും ഇട്ട് കൊടുക്കാം. നമുക്ക് കോൺഫ്ലവർ ഇച്ചിരിച്ചേ ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടി ഇത്തരം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും അടുത്ത നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പൂരിയുടെ ബേസ് വെച്ച് കൊടുത്തു. വീണ്ടും നമ്മൾ അവത്തേലേക്ക് ബട്ടർ തൂത്ത് കൊടുത്തു. നമുക്ക് 10 എണ്ണം 12 എണ്ണം 8 എണ്ണം ഏത് വേണേലും നമുക്ക് എത്ര ലെയർ വേണേലും അനുസരിച്ച് വെക്കാം. ഞാനൊരു 5 എണ്ണം വീതമാണ് വെക്കുന്നത്. ഇത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നല്ലപോലെ എന്തെങ്കിലും നമ്മൾ പൊടി, ഇനിയിപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മൈദയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ അത് ഒട്ടിപ്പിടിക്കാനും. പക്ഷേ കോൺഫ്ലവർ ആണെങ്കിൽ ഇച്ചിരി നല്ല ഫൈനായിട്ട് പൊടിച്ച് എന്ത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇല്ലെങ്കിൽ നമ്മളിപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
നമ്മൾ ഇടുകയെന്നേ ഉള്ളൂ. ഇനി നമ്മളിത് അടുത്ത ഷീറ്റും കൂടി ഇതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുത്തേ. ഇനി വീണ്ടും നമ്മളതുപോലെ തന്നെ ഇച്ചിരി ബട്ടർ തൂത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ 3 ഷീറ്റ് വെച്ച് കൊടുത്തു. ഇനി വീണ്ടും നമ്മൾ അതിനകത്തേക്ക് വീണ്ടും ഇച്ചിരി കോൺഫ്ലവർ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഷീറ്റും ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തു. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വീണ്ടും ബട്ടർ തൂത്ത് കൊടുത്തു. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ 5 എണ്ണം വീതമാണ് നമ്മൾ വെക്കുന്നത്. 5 ലെയറുള്ള പപ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ അടുത്തതും ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മളിതിൻ്റെ മേളിൽ വേറെ ലെയറൊന്നും വെക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് നമ്മളിച്ചിരി മൈദപ്പൊടി അങ്ങിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് എത്ര തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാവോ അത്ര ഇതിനായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ഇവത്തിൽ നിന്ന് ഒരു 4 ഷീറ്റ് നമുക്ക് കിട്ടണം. ഇതിന് മുകളിലേക്ക് ഇച്ചിരി പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ വീണ്ടും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളിത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇതിനടിയിൽ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിനിയിപ്പോൾ ഇത് ഇച്ചിരി ചെറുതാണെന്ന് തോന്നുവാണെങ്കിൽ ഈ നമ്മുടെ ചപ്പാത്തി ഇതിൻ്റെ കനം ഇതുണ്ട് ലെയറായിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിയുടെ ഇത് ഇച്ചിരി കുറവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് ഇച്ചിരി കട്ടി ഇതാണ്. നമുക്കപ്പോൾ ഇന്നത്തെ ഇവിടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഇവിടെ ഇട്ടൊന്ന് എടുക്കാവേ. അത് നമ്മുടെ ചപ്പാത്തി പലക ഇച്ചിരി ചെറുതായിരുന്നുകൊണ്ട് നമുക്ക് ചുടക്കാനും കുറച്ച് പരത്തിയെടുക്കാൻ സൗകര്യം ഇതായതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഇവിടെ ഇട്ട് വീണ്ടും ഇതൊന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം നല്ലപോലെ. ഇവിടെ നമുക്ക് നമ്മുടെ വലിപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇഷ്ടം പോലെ നമ്മുടെ വലിപ്പത്തിന് നമുക്ക് അനുസരിച്ച് എടുക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി സൈഡൊക്കെ നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം. നമ്മുടെ പപ്സിൻ്റെ ഷീറ്റിൻ്റെ കട്ടി എന്തേരം കുറയുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് പപ്സായിട്ട് നമുക്ക് കിട്ടുമേ. നമ്മൾ കട്ടി കൂടുമ്പോൾ അത് ബേക്ക് ചെയ്ത് വരാനും ഒക്കെ താമസമായിരിക്കുമേ. അതുകൊണ്ട് നമ്മൾ എന്തേരം നല്ല കനം കുറഞ്ഞ ഇതാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. വീണ്ടും ഇതൊന്നുകൂടെ നമുക്ക് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് കനം കുറച്ച് പരത്തി നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കും. ഇതുണ്ട് ഇപ്പോൾ തന്നെ ഇതുണ്ട് എത്ര ലെയറാണ് ഇതുണ്ട് ഇങ്ങനെ ഇതുണ്ട് എല്ലാ ലെയറും ഇങ്ങനെ നമുക്ക് പൊളിഞ്ഞ് പോരുവേ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ട് നമ്മുടെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് ഇവിടെയൊക്കെ നമുക്കൊന്ന് വൃത്തിയായിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പിൽ നമുക്കൊന്ന് കണ്ടിച്ച് ഇനി നമുക്ക് ഇതിങ്ങനെ നടുക്കുന്ന നമുക്കൊരു
4ആയിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. ഇതുണ്ടോ നമ്മുടെ പപ്സിൻ്റെ ഷീറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഷേപ്പൊക്കെ നല്ലപോലെ വരണമെങ്കിൽ ഇച്ചിരി കരികൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലപോലെ ഒന്ന് നല്ലൊരു ഷേപ്പാക്കി നമുക്ക് എടുക്കാവേ. ഇതുണ്ടോ ഇപ്പം നമുക്ക് നോക്കി എത്ര ലെയറായിട്ട് ഇതുണ്ടോ, ഒറ്റ ലെയർ പോലും ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മുടെ 5 ലെയറും ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ 4 പപ്സിനുള്ളത് ഉണ്ടാക്കി ബാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മളിത് ഇതുപോലൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ഈ ഷീറ്റൊന്നും എടുത്ത് മാറ്റി വെക്കാവേ. നോക്കി എന്ത് എളുപ്പമാണ് നമ്മുടെ പപ്സ് ഷീറ്റ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഈ കടയിലൊക്കെ പോയിട്ട് വലിയ വില കൊടുത്ത് മേടിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് സുഖമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പപ്സ് ഉണ്ടാക്കാനുള്ള ഇത് തയ്യാറാക്കാം. നമ്മുടെ മുട്ട മസാല, നമുക്ക് മസാല നമ്മൾ എഗ് പപ്സ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്ക് പപ്സിനുള്ള മസാല തയ്യാറാക്കാവേ. നമ്മുടെ പപ്സ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളിതിനകത്ത് കടുകൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമ്മളൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു സവോളയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നല്ല ഒരു മീഡിയം സൈസ് സവോള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കും. ആവശ്യത്തിനാണ് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാതെ ആ സവോളയ്ക്കൊന്ന് പിടിക്കാനുള്ള ഉപ്പ് മാത്രം. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കൊന്ന് വരച്ച് ഇത് അങ്ങനെ നമ്മുടെ ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു ഞാൻ ഇതിനകത്ത് വേറെ മസാല ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. ഞാനൊരു 1/2 സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഒത്തിരി എരിവൊന്നും വേണ്ട, പിള്ളേർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മളൊരു 1/4 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇത്രയും മാത്രമേ ഞാൻ ഈ പപ്സിൻ്റെ മുട്ട പപ്സിനകത്ത് അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് നമ്മൾ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ ഈ പച്ചമണമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മാറുന്നോടം വരെ ഒന്നും വേണ്ട, ഒത്തിരി എരിവൊന്നും വേണ്ട. പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഒത്തിരി എരിവ് ഇഷ്ടമില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇനി അതിനകത്തേക്ക് നമുക്കൊരു ശകലം ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതാക്കിയെടുക്കാവേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്, മസാലയുണ്ട്, കുരുമുളകിൻ്റെ ഇതുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തേക്കും. ഇത്രയേ ഉള്ളൂ. കുരുമുളക് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ, ഇല്ലാത്തവർക്ക് നമുക്ക് വേണം സ്കിപ്പ് ചെയ്യാം. മല്ലിയില വേണം, മല്ലിയില ഇടാം, അതൊക്കെ ഇടാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന സാധനങ്ങളൊന്നും മല്ലിയിലയൊന്നും ഇടുന്നില്ല. നമ്മൾ ഇത്രയും മാത്രമേ ഈ സവോളയും ഈ മസാലയും കുരുമുളകും മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇടുന്നുള്ളൂ. ഇതങ്ങനെ നമ്മുടെ മസാലയെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി നമുക്ക് പപ്സ് തയ്യാറാക്കാൻ പോവേ. നമ്മുടെ എഗ് പപ്സ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷീറ്റൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് എത്ര ലെയറാണെന്ന് നോക്കി, 5 ലെയറും ഉണ്ട്. നല്ല ഇതായിട്ട് സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമുക്ക് മസാല വെച്ച് നമ്മുടെ ഈ മസാല ഉണ്ടാക്കിയത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മുട്ട എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ ഒത്തിരി മസാലയൊന്നും വെക്കുന്നില്ല കേട്ടോ, ഇവർക്ക് പിള്ളേർക്കായതുകൊണ്ട് ഒത്തിരി മസാല ഇവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ ഓരോന്നും നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ശകലം വെള്ളം ഒന്ന് തൂത്ത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒത്തിരി വലിയ പപ്സൊന്നും അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന
ഞാൻ ബട്ടർ പേപ്പറൊക്കെ പുരട്ടി വെച്ചേക്കുന്നതാണ്. അതിലേക്ക് വെച്ചേച്ച് നമുക്കതിൻ്റെ പുറത്തേക്ക് ഒരിച്ചിരി ബട്ടറും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ബാക്കി മൊത്തം നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പപ്സ് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മളൊരു മുട്ട നമ്മൾ പൊട്ടിച്ച് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ബട്ടർ തൂത്തതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ആ ഒരു മുട്ടയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. അപ്പം ഞാൻ ഒരു 250 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റാണ് ഞാൻ നമ്മുടെ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് നമ്മുടെ പപ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പപ്സ് സൂപ്പറായിട്ടുണ്ട്. നമുക്കൊന്ന് എടുക്കാവേ. ഇത് അങ്ങനെ നമ്മുടെ പപ്സ് അയ്യോ ചൂടാണ്. ഇത് നമുക്കൊന്ന് എടുക്കണം. ഇതുകൊണ്ട് നല്ല മുരാന്നുള്ള പപ്സാന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് എടുക്കാവേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ പപ്സ് ഷീറ്റ് കൊണ്ട് നമ്മൾ നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സ് ഉണ്ടാക്കി. നല്ല ചൂടായതുകൊണ്ട് നല്ല ഇതുണ്ടോ എങ്ങനെ ഇരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിക്ക് ഇതുണ്ട്. നല്ല മുരുമരാന്നുള്ള നല്ല അടിപൊളി പപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നമുക്കൊരു ഇത്രയൊക്കെ ഉള്ള ചിലവ് മൈദയും ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തന്നെയുള്ള അടിപൊളി പപ്സ് നമുക്ക് ഇതുണ്ട്. നല്ല സൂപ്പർ പപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയായിട്ടുള്ള പപ്സ് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ എഗ്ഗ് മാത്രം വെച്ചല്ല, അല്ലാതെ നമുക്ക് മീറ്റ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും എന്ത് വേണമെങ്കിലും വെച്ച് നമുക്ക് നല്ല അടിപൊളി പപ്സ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് പപ്സ് ഷീറ്റ് ഉണ്ടാക്കാനും പപ്സ് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ പാത്രം എടുത്ത് വെച്ച് അതിനകത്തൊരു ചെറിയ എന്തെങ്കിലും ഇറക്കി വെച്ച് അതിനകത്തേക്ക് നമുക്ക് വെച്ചാലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.